അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഉന്നക്കായ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല സോഫ്റ്റ് ഉന്നക്കായാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഞാനിത് നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ, ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. ഇനി ഇതാ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുക. ശേഷം തേങ്ങ ചേർത്ത് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ലേശം ഈത്തപ്പഴം ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴം, ബദാം, പിസ്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. മധുരമൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ പഴം ഞാനിതാ പുഴുങ്ങിയത് ഉടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു വെള്ളം പോലെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഗോതമ്പപ്പൊടിയോ മൈദപ്പൊടിയോ അരിപ്പൊടിയോ എന്തെങ്കിലും ഒരു പൊടി നമുക്ക് ചേർത്തിട്ട് ഇതൊരു മാവ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് കുഴച്ച് മാറ്റാം. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്യട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒന്നാണ്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നങ്ങണ്ട് അതിലൊന്നങ്ങണ്ട് പൊതിഞ്ഞ് കൊടുക്കുക. തേങ്ങൻ്റെ അതിലുണ്ടല്ലോ അതൊന്നാണ്ട് പൊതിഞ്ഞ് കൊടുക്കുക. കയ്യിലൊന്ന് വെള്ളം എന്തെങ്കിലും ഒന്ന് ആക്കിയത് നല്ലതാണ് കേട്ടോ. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ നമ്മൾ ഇങ്ങനെ അമർത്തുമ്പോൾ നമ്മൾ കയ്യിൻ്റെ കൂടെ അങ്ങോട്ട് പോരും. അപ്പോൾ എന്തെങ്കിലും എണ്ണ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കും. കണ്ടില്ലേ, ഇതാ നമുക്ക് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പം ഇനി ഇതാ ഒരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലോണം ചൂടാവണം കേട്ടോ. ഈ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കരുത്. ആ 2 പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. മറ്റേത് അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. പഴം നല്ല സോഫ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് പറയണത് കേട്ടോ. പൊരിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ള കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടോ തിന്നാനായിട്ട്.